കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി വീടും സ്ഥലവും ഏറ്റെടുക്കാൻ വൈകുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മുന്നിൽ പരാതിയുമായി കാനാട് കോളിപ്പാലത്തെ വീട്ടമ്മമാരും നാട്ടുകാരും. പ്രതിപക്ഷ നേതാവ് പ്രദേശം സന്ദർശിച്ചപ്പോഴാണ് സ്ഥല ഉടമകൾ പ്രശ്നങ്ങൾ അറിയിച്ചത്. റൺവേ 4000 മീറ്ററാക്കി നീട്ടുന്നതിനാണ് കാനാട് കോളിപ്പാലത്തെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥലം ഏറ്റെടുക്കൽ വൈകിയതോടെ ജനങ്ങൾ പ്രയാസത്തിലാവുകയായിരുന്നു. സ്ഥലയുടമകൾ നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. സ്ഥലം വിൽക്കാനോ വീട്ടിൽ താമസിക്കാനോ സാധിക്കാതെ പ്രതിസന്ധിയിലായ കുടുംബങ്ങളെ നേരിട്ട് കാണാനെത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ സ്ഥല ഉടമകൾ പരാതിയും പ്രശ്നങ്ങളും അറിയിച്ചു. നിർദ്ദിഷ്ട ഭൂമിയിലെ 7 വീടുകൾ നിശേഷം തകർന്നു. പലരും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുകയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. നമ്മുടെ നാട് മൊത്തം റൺവേ വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ആവശ്യമായിരുന്നില്ല. എന്ത് ഒരു നാടിന്റെ വികസനമായാലും എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു നാടാണ് അത്. അത്രയും ഒത്തൊരുമയുള്ള ജനങ്ങള്, കൃഷിയും അത്രയും സുന്ദരമായ ഒരു പ്രദേശം വിട്ടുകൊടുക്കാൻ നമ്മളെന്തായാലും തീരുമാനിച്ചില്ല. ഈ വിഷയം നിയമസഭയിൽ ഉയർത്തുമെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇങ്ങനെ ഇത്രയും ആളുകളെ കൊണ്ടുപോയി 89 കൊല്ലമായി ഈ എന്താ പറയുന്നത് ഒരു വല്ലാത്ത ത്രിശങ്ക സ്വർഗത്തിൽ കൊണ്ടുപോയി നിർത്തി വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അത് നമുക്ക് പരിഹരിക്കണം. അപ്പോൾ 7-ാം തീയതി വീണ്ടും നിയമസഭാ സമ്മേളനം തുടങ്ങുക. ഉറപ്പായി വേറെ ആരെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ ഈ വിഷയം ഉന്നയിക്കുക മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ മുഖ്യമന്ത്രിയെ പോയി നേരിട്ട് സംസാരിക്കും. ജീപ്പിൽ സഞ്ചരിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കാനുള്ള പ്രദേശം കണ്ട് മനസ്സിലാക്കിയത്. നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി, മുഹമ്മദ് ബ്ലാത്തൂർ, വി.ആർ. ഭാസ്കരൻ, സുരേഷ് മാവില, അൻസാരി തില്ലങ്കേരി തുടങ്ങിയവർ വി.ഡി. സതീശനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.